ഹായ് ഓൾ, വെൽക്കം ടു ഷൈനീസ് ഫിസിക്സ് ക്ലാസ് റൂം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ് പഠിച്ചു അല്ലേ? അതുപോലെ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ എബണൈറ്റ് റോഡിന് എന്ത് ചാർജാണ്, പിന്നെ അതേമാതിരി പിന്നെ എന്താണ് ഗ്ലാസ് റോഡിന് എന്ത് ചാർജാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാർജ് എങ്ങനെയാണ് വരുന്നത്, ഹൗ ദിസ് ചാർജ് കംസ്. ഓക്കെ, സോ അതിനു മുമ്പ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം ഒന്ന് പറയാം. നമുക്കറിയാം ആറ്റത്തിന്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, വാട്ട് ആർ ദ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം? ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലേ? ഇതിനകത്ത് ന്യൂട്രോണിന്റെ ചാർജ് എന്തുവാണ്? നോ ചാർജ്. What is the charge of proton? A proton, it is +1 unit charge. അപ്പൊ ഇലക്ട്രോണിന്റെയോ? an electron -1 unit charge. Okay. So എങ്ങനെയാണ് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒരു ആറ്റത്തിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്? അത് നമുക്ക് നോക്കാം. അതിന്റെ ആ തിയറിയുടെ പേരെന്താണ്? റുദർഫോർഡ്സ് അറ്റോമിക് തിയറി. എന്താണ്? റുദർഫോർഡ്സ് അറ്റോമിക് തിയറി. ഓക്കെ, 5 പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് എന്തായിരുന്നു? പോയിന്റ് എന്താണ്? ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ന്യൂട്രോണിനാണെങ്കിൽ നോ ചാർജ് ആണ്. ന്യൂട്രോണിന്റെ മാസ് എങ്ങനെയാണ്? ഇറ്റ്സ് മാസ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു മാസ് ഓഫ് 1 ആറ്റം ഓഫ് ഹൈഡ്രജൻ. Its mass is almost equal to 1 atom of hydrogen. ഓക്കെ, ഇനി അടുത്ത ന്യൂട്രോൺ കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പ്രോട്ടോണിന്റെ ചാർജ് +1 യൂണിറ്റ് ചാർജ്. ഇനി അതിന്റെ മാസ് എങ്ങനെയാണ്? ഇറ്റ്സ് മാസ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു മാസ് ഓഫ് 1 ആറ്റം ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, യെസ്, ഇറ്റ്സ് മാസ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആറ്റം ഓഫ് ഹൈഡ്രജൻ. ഇനി ലാസ്റ്റ് വൺ ആണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് എങ്ങനെയാണ്? -1 യൂണിറ്റ് ചാർജ്. അതിന്റെ മാസ് എങ്ങനെയാണ്? Its mass is 1/1837 times the mass of 1 atom of hydrogen. Its mass is 1/1837 times എന്താണ്? mass of 1 atom of hydrogen. Okay, 1 atom of hydrogen. So ന്യൂട്രോണിനാണെങ്കിൽ എന്താണ്? നോ ചാർജ് ആണ്. പ്രോട്ടോണിന് +1 യൂണിറ്റ് ചാർജ് ആണ്. ഇലക്ട്രോണിന് -1 യൂണിറ്റ് ചാർജ് ആണ്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ് എന്താണ്? ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആറ്റം ഓഫ് ഹൈഡ്രജൻ ആണ്. പക്ഷെ ഇലക്ട്രോണിന്റെ മാസോ ഇറ്റ് ഈസ് 1/1837 ടൈംസ് ദ മാസ് ഓഫ് 1 ആറ്റം ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഇനി അടുത്ത തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആറ്റത്തിന്റെ സെൻട്രൽ കോറിനകത്താണ് എന്തുള്ളത്? സെൻട്രൽ കോറിന്റെ പേരെന്താണ്? ആറ്റത്തിന്റെ സെൻട്രൽ കോറിന്റെ പേരാണ് ന്യൂക്ലിയസ്. ഓക്കെ,
ആറ്റത്തിന്റെ സെൻട്രൽ കോർ ആണിത്. ആ സെൻട്രൽ കോറിന്റെ പേരെന്താണ്? ഇറ്റ് ഇസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താണ് എന്തുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. So the central core of an atom is known as nucleus. It consists of protons and neutrons. Okay, this proton and neutron are held together by strong attractive force called nuclear force. Okay. Okay, the central core of an atom is called nucleus, which consists of protons and neutrons, and these protons and neutrons are held together by strong attractive force called nuclear force. In a fourth point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റത്തിന്റെ സെന്റർ ആണ് എന്താ? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ്സ് ഉണ്ട്. ഈ ഓർബിറ്റ്സിനകത്താണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. റിവോൾവ് എവിടെയാണ്? ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ആ ഓർബിറ്റ്സിലാണ് ഇരിക്കുന്നത് ഇലക്ട്രോൺസ്. സോ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഫിക്സഡ് ഓർബിറ്റ്സ്. ഓക്കെ, ഇനി നമ്മളെ ന്യൂക്ലിയസിന്റെ അടുത്തിരിക്കുന്ന ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്നതാണ് ബൗണ്ട് ഇലക്ട്രോൺസ് എന്നും പറയും. ന്യൂക്ലിയസിന് ഒരുപാട് വെളിയിലായിട്ട് ഏറ്റവും വെളിയിരിക്കുന്ന ഓർബിറ്റിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് എന്നും പറയും. ഓക്കെ, okay. The electrons revolve around the nucleus in fixed orbits. The electrons that is close to the nucleus are called bound electrons, and the electrons away from the nucleus are called free electrons. Okay. Now fifth point. നമുക്കറിയാം, ലാസ്റ്റ് പോയിന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? ആൻ ആറ്റം ഓഫ് എ നോർമൽ എലമെന്റ് ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പൊ എന്താ നമുക്ക് പറയാൻ പറ്റുന്ന? electrically neutral ആണ്. So it is believed that the number of protons in an atom is equal to the number of electrons. Okay. So an atom of a normal element is electrically neutral. So it is believed that the number of protons is equal to the number of electrons. Okay. Now we can move on to the next topic. സോ ആക്ച്വലി ഈ ഫ്രീ ഇലക്ട്രോൺസ് കാരണമാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? അതിനാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഇലക്ട്രിക് ചാർജിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രിക് ചാർജിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, സോ നൗ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എന്താണ്? ഹൗ ഡു സബ്സ്റ്റൻസ് ഗെറ്റ് ഇലക്ട്രിക്കലി ചാർജ്ഡ് ഓൺ റബ്ബിങ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ആ ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്ത് കഴിയുമ്പം നമ്മൾ പറഞ്ഞു ഗ്ലാസ് റോഡിനെ അട്രാക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് ഇല്ലേ? അത് മാത്രമല്ല അതിന്റെ ഗ്ലാസ് റോഡിന്റെ ചാർജ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്ലാസ് റോഡിന് നമ്മൾ എന്ത് ചാർജാണ് പറഞ്ഞത്? പോസിറ്റീവ് ചാർജ്. എങ്ങനെയാണ് ഈ ചാർജ് ഇതിന് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് ഇപ്പൊ ഞാൻ ഈ സിൽക്കും ഗ്ലാസ് റോഡൊന്നും പറയാതെ ബോഡി എ ബോഡി ബി എന്നാണ് പറയാൻ പോകുന്നത്. സോ ഇവിടെ രണ്ട് ബോഡി ഇരിക്കുവാണ്. ഇത് എ എന്ന് പറയുന്ന ഒരു ബോഡിയും ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട്, ഇവിടെ ബി എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട്. സോ ഞാൻ ഈ എ എന്ന് പറഞ്ഞ ഈ ബോഡിയും ബി എന്ന് പറഞ്ഞ ഈ ബോഡിയും തമ്മിൽ ഞാൻ റബ്ബ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഉള്ളത്? ശരിക്കും ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഇലക്ട്രിക് ചാർജിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആക്ച്വലി ദ ഫ്രീ ഇലക്ട്രോൺസ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഇലക്ട്രിഫിക്കേഷൻ ഓഫ് എ ബോഡി. ഏതാണ്? ഫ്രീ. അതൊരു പോയിന്റ് ആണ് കേട്ടോ. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് present in outermost orbit അല്ലേ? outermost orbit of an atom. അതാണ് free electron which is responsible for the electrification of the body. എന്താണ്? which is responsible for
electrification of the ബോഡി. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ബോഡി കൺസിഡർ ചെയ്യുവാണ്. എ എന്ന് പറഞ്ഞൊരു ബോഡി, ബി എന്ന് പറഞ്ഞ ബോഡി. ഞാൻ ഇതിനെ രണ്ടിനെ റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി എയിന്ന് ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? ദ ബോഡി എയിന്ന് ഫ്രീ ഇലക്ട്രോൺസ്, ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് എയിൽ നിന്ന് എന്ത് ചെയ്യും? ബിയിലോട്ട് പോവും. Okay, so when two bodies A and B are rubbed against each other, free electrons from body A will move towards body B. Okay, അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പോൾ എന്തുവാണ് അതിനർത്ഥം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഇവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ബോഡി ബിയിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഈ എ എന്ന് പറഞ്ഞ ബോഡിയിൽ ഇപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് പ്രോട്ടോണും സെയിം ആണോ? അല്ല. ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായിരുന്ന ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ബിയിലോട്ട് പോയി. അപ്പൊ ഇവിടുത്തെ പ്രോട്ടോൺസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ നമ്പറിനേക്കാളും ഗ്രേറ്റർ ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഈ ബോഡി എക്ക് എന്ത് ചാർജ് ആയിരിക്കും? പ്രോട്ടോൺസ് അല്ലേ കൂടുതലുള്ളത്. സോ പ്രോട്ടോൺസ് കൂടുതലുള്ളത് കാരണം പ്രോട്ടോൺസിന് എന്ത് ചാർജ് ആണ് ഉള്ളത്? +1 യൂണിറ്റ് ചാർജ് ആണ് ഉള്ളത്, അല്ലേ? അപ്പൊ +1 ചാർജ് ആണ് ഉള്ളത്. സോ ബോഡി എ എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ്, അല്ലേ? ബോഡി ഗെറ്റ്സ് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്. ബോഡി എ എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. ഓക്കെ, സോ വി ക്യാൻ സേ ഇതെന്താണ്? വി ക്യാൻ സേ ദാറ്റ് പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ദ ബോഡി, അതല്ലേ? ഇവിടെ പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ അല്ലേ നടന്നത്? ബോഡി എക്ക് എന്താണ് നടന്നത്? പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ, അല്ലേ? സോ പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ദ ബോഡി ഈസ് ഡ്യൂ ടു വാട്ട്? ദ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ, അല്ലേ? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ, ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. അപ്പൊ ഇവിടെ എന്തായി? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയി. സോ പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. സോ മനസ്സിലായോ? അതായത് രണ്ട് ബോഡി ഉണ്ട്, എ എന്ന് പറഞ്ഞൊരു ബോഡിയും ബി എന്ന് പറയുന്ന ഒരു ബോഡി. അപ്പൊ നമുക്കറിയാം ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുപോലെ ബോഡി ബിക്കകത്തും എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇതിനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ എയിലുള്ള ഫ്രീ ഇലക്ട്രോണ് ബിയിലോട്ട് മൂവ് ചെയ്തു. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇലക്ട്രോൺ ഇവിടെ ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ആണോ? അല്ല. നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് ഇതിനകത്ത് ഇപ്പൊ ഗ്രേറ്റർ ആയി നിൽക്കുന്നത്, അല്ലേ? സോ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ. പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം +1 യൂണിറ്റ് ചാർജ് ആണ്. അപ്പൊ ബോഡി എ എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതായത് ഇവിടെ ബോഡി എക്ക് പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ ആണ് നടന്നത്. പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷന്റെ കാരണം എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തത് വരണം. അടുത്തതെന്ന് പറഞ്ഞാൽ കൺസിഡർ, അല്ല അതല്ല, അടുത്തത് ഇപ്പൊ ബോഡി ബിക്കകത്ത് എന്ത് പറ്റി? ഇത് എയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ഇനി അതേപോലെ ബോഡി ബിക്കകത്ത് എന്താണ്? ഇപ്പൊ ഓൾറെഡി ഇത് റബ്ബ് ചെയ്യുന്നതിന് മുന്നേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്, അല്ലേ? ഇനി ഇത് റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പം എയിലുള്ള ഫ്രീ ഇലക്ട്രോൺ എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? ബിയിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്തായി? ഡിഫറെന്റ് ആയി. ഇപ്പൊ ഇതിനകത്ത് കുറച്ച് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞപ്പോൾ പ്രോട്ടോൺ ഓൾറെഡി നേരത്തെ അവിടെ ഇരിക്കുന്ന എന്താണോ അത്രയും തന്നെയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടെ വന്നു കഴിഞ്ഞപ്പം ഇലക്ട്രോൺസ് ആണ് എന്തിനേക്കാളും ഗ്രേറ്റർ ആയത്? പ്രോട്ടോണിനേക്കാളും ഗ്രേറ്റർ ആയത്, അല്ലേ? അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺസ് ആണ് പ്രോട്ടോൺസിനേക്കാളും ഗ്രേറ്റർ ആയത്. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1 യൂണിറ്റ്
ചാർജ് ആണ് ഇലക്ട്രോണിന്. അപ്പൊ എന്തായി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പ്രോട്ടോൺസിനേക്കാളും ബോഡി ബിയിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ബോഡി ബി എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ് അല്ലേ? അപ്പോ ബോഡി ബി എന്തായി? നെഗറ്റീവ്ലി ചാർജ്. അപ്പൊ ഇവിടെ നടന്നത് എന്തുവാണ്? നെഗറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ ആണ്. ഏത് ബോഡിക്ക്? ബോഡി ബിക്ക് എന്താണ് നടന്നത്? നെഗറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. എന്താണ്? ഡ്യൂ ടു ദ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇതിനകത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞപ്പോഴാണ്. ഇനി ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബോഡി എ എന്ന് പറയുന്നത് ഗ്ലാസ് റോഡ് ആണെന്ന് വിചാരിച്ചോ. ഗ്ലാസ് റോഡ്, ബോഡി എ എന്ന് പറയുന്നത് ഗ്ലാസ് റോഡാണ്. ഏതാണ്? ഗ്ലാസ് റോഡ്. അതുപോലെ ബോഡി ബി എന്ന് പറയുന്നത് എന്താണ്? സിൽക്ക് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ ഇതിനെ തമ്മിൽ എന്ത് ചെയ്തു? റബ്ബ് ചെയ്തു. ഗ്ലാസ് റോഡും ഈ സിൽക്കിനെ ഞാൻ റബ്ബ് ചെയ്തു. എങ്ങനെയാണ് ഈ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നതെന്നാണ്. അപ്പൊ ഇത് റബ്ബ് ചെയ്യുന്നതിന് മുമ്പേ ഇവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അതുപോലെ സിൽക്കിലും എങ്ങനെയാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പം ഗ്ലാസ് റോഡിലുണ്ടായിരുന്ന എന്ത് ചെയ്തു? ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്തു? ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്തു? സിൽക്കിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, സിൽക്കിലോട്ട് മൂവ് ചെയ്തു. സോ ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രോട്ടോണിനേക്കാളും കുറഞ്ഞു. അപ്പോൾ പ്രോട്ടോൺ ഗ്രേറ്റർ ദാൻ ന്യൂട്രോൺ ആയി. ഇവിടെ ഫ്രീ ഇലക്ട്രോൺ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി അല്ലേ? അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയി. ഇവിടെ പ്രോട്ടോൺ ന്യൂട്രോണിനെ പ്രോട്ടോൺ ഇലക്ട്രോൺസ് ആണ് കേട്ടോ. പ്രോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ പ്രോട്ടോൺസും ആണ്. സോ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണിനേക്കാളും ഗ്രേറ്റർ ആയത് കാരണം ഇവിടുത്തെ ചാർജ് എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. അതായത് ഗ്ലാസ് റോഡ്. സിൽക്കൊപ്പം ഇലക്ട്രോൺസ് ആണ് കൂടുതൽ പ്രോട്ടോൺസിനേക്കാളും. അപ്പൊ എന്ത് പറ്റി? നെഗറ്റീവ്ലി ചാർജ്ഡും ആണ്. ഓക്കെ, സോ ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എക്സ്പ്ലെയിൻ വൈ എ ഗ്ലാസ് റോഡ് ഗെറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഓൺ റബ്ബിംഗ് വിത്ത് സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എക്സ്പ്ലെയിൻ why an ebonite rod gets negatively charged on rubbing with cat skin ആണെന്നുണ്ടെങ്കിലോ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് പറയാം എബണൈറ്റ് റോഡും പിന്നെ എന്താണ്? കാറ്റ് സ്കിന്നും. അപ്പൊ ബോഡി എ എന്ന് പറയുന്നത് ഇത് എബണൈറ്റ് റോഡ്, ബോഡി എ ആണെന്ന് വിചാരിക്കുക. അടുത്ത ഏതാണ്? കാറ്റ് സ്കിന്ന്. ഇതെന്താണ്? ബോഡി ബി ആണ്. അപ്പൊ ഇത് നമ്മളിത് റബ്ബ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതുപോലെ ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പൊ ഞാൻ റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ നേരെ തിരിച്ചാണ്. സോ കാറ്റ് സ്കിന്നിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് ഇറ്റ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു എബണൈറ്റ് റോഡ് ആണ്. സോ ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ കൂടുതലുള്ളത് പിന്നെ എന്താണ്? പ്രോട്ടോൺസ് ആണ്. അപ്പൊ ഹിയർ പ്രോട്ടോൺ ഗ്രേറ്റർ ദാൻ ന്യൂട്രോൺ ആണ്. സോ പ്രോട്ടോൺ ഗ്രേറ്റർ ദാൻ ന്യൂട്രോൺ ആയത് കാരണം പോസിറ്റീവ്ലി ചാർജ്ഡ് ഏതിനാണ്? കാറ്റ് സ്കിൻ ആണ്. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കൂടിയത് ഇതിനകത്ത്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഗ്രേറ്റർ ദാൻ പ്രോട്ടോൺസ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എക്സ്പ്ലെയിൻ ഹൗ ഗ്ലാസ് റോഡ് ഗെറ്റ്സ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അതുപോലെ ഹൗ എബണൈറ്റ് റോഡ് ഗെറ്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ,
ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. സോ നെക്സ്റ്റ് വൺ is law of conservation of electric charges. ഇപ്പൊ law of according to law of conservation of electric charge എന്താണ്? So it states that the sum total of electrons in a system is a constant quantity. The sum total of electrons in a system is a constant quantity. Okay. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണ് പറയുന്നത്? ഒരു സിസ്റ്റത്തിനകത്തുള്ള സം ടോട്ടൽ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഒരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി ആണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നോക്കാം. നമ്പർ ഓഫ് ഇത് ഒരു മൊത്തത്തിൽ നമ്മളൊരു സിസ്റ്റം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് റോഡ് സിൽക്ക് അത് മൊത്തത്തിലൊരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള നോക്ക്, ഇവിടെ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫ്രീ ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്തത്? ഇതിനകത്തോട്ട് മൂവ് ചെയ്തത് അല്ലേ? അപ്പൊ ഇവിടെ എന്തായി? പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണിന്റെ ഇതിനേക്കാൾ പ്രോട്ടോൺ ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയി. ഇവിടെയാണെങ്കിലോ ഇവിടെ നിന്ന് ഒരു ഫ്രീ ഇലക്ട്രോൺ ഇവിടെ കിട്ടി സിൽക്കിന്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രോട്ടോൺസ് ആണ്. പക്ഷെ ഈ ഓൾ ടുഗദർ നമ്മൾ ഈ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയിട്ട് ഈ സിൽക്കിൽ തന്നെ നിൽക്കുമല്ലേ? അപ്പൊ എന്താണ് ആ സിസ്റ്റത്തിനകത്ത് എന്തായിരിക്കും? ആ ഇലക്ട്രോൺസ് കോൺസ്റ്റന്റ് തന്നെയാണ്, അതിന് വ്യത്യാസം വന്നില്ല. അതേപോലെ എബണൈറ്റ് റോഡും കാറ്റ്സ്കിനും എടുത്തു കഴിഞ്ഞാൽ കാറ്റ്സ്കിനിൽ ഉണ്ടായിരുന്ന ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് പോയത്? എബണൈറ്റ് റോഡാണ്. അത് മൊത്തത്തിലൊരു സിസ്റ്റം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് പോയേക്കുന്നത്. അപ്പൊ ഈ മൊത്തത്തിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിലും കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? So we can say the sum total of electrons in a system is a constant quantity. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്ക് നമുക്കറിയാം. സബ്സ്റ്റൻസിനെ we are classified broadly as conductors, insulators ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഇതിൽ പഠിക്കുന്നില്ല, ഈ ചാപ്റ്ററിൽ. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കണ്ടക്ടേഴ്സും ആണ് ഇൻസുലേറ്റേഴ്സും ആണ്. സോ എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ്? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൂടെ കറണ്ട് ഫ്ലോ കാണും. സബ്സ്റ്റൻസ്, ഏത് സബ്സ്റ്റൻസ് ആണോ കണ്ടക്ടർ ആയിട്ടുള്ളത് ആ സബ്സ്റ്റൻസിനകത്തൂടെ കറണ്ട് ഫ്ലോ നടക്കും. ഇൻസുലേറ്റർ ആണെന്നുണ്ടെങ്കിലോ ഇൻസുലേറ്ററിന്റെ അകത്തൂടെ എന്ത് നടക്കില്ല? കറണ്ട് ഫ്ലോ നടക്കില്ല. അപ്പൊ അക്കോർഡിംഗ് ടു കറണ്ട് ഫ്ലോ നമുക്ക് എങ്ങനെ ഈ കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും ഡിഫൈൻ ചെയ്യാം എന്നാണ്. ബേസ്ഡ് ഓൺ കറണ്ട് ഫ്ലോ. Based on current flow, how can you define conductors and insulators? Okay. So based on current flow നമുക്ക് എങ്ങനെയൊക്കെ കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും ഡിഫൈൻ ചെയ്യാം? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the substance that allows the current to flow through them. Insulators ആണെങ്കിലോ substance that do not allow the current to flow through them. ഇനി അതേപോലെ നമുക്ക് ഈ കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും നമുക്ക് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ആറ്റം എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. ആദ്യം നമ്മൾ ബേസ്ഡ് ഓൺ കറണ്ട് ഫ്ലോ ആണ് ഡിഫൈൻ ചെയ്തത്. ഇനി ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഓഫ് ആറ്റം ഹൗ ക്യാൻ യു ഡിഫൈൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്? സോ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം ബേസ് ചെയ്ത് പറയുവാണേ. അപ്പോൾ നമുക്കറിയാം കണ്ടക്ടേഴ്സിനകത്ത് എന്തായിരിക്കും? ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കാണും. അതുകൊണ്ടല്ലേ കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും? ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ ഇലക്ട്രിസിറ്റിയിലോട്ട് അതിനെ നമ്മൾ
ഒരു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടക്ടേഴ്സിന് എന്ത് ചെയ്യും, ഒരു സ്റ്റാർട്ടിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺസ് ഇറ്റ് വിൽ ഡ്രിഫ്റ്റ് ഫ്രം വൺ എൻഡ് ഓഫ് ദ സബ്സ്റ്റൻസ് ടു ദി അതർ എൻഡ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇൻസുലേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലോ അതിനകത്ത് കുറച്ച് ഫ്രീ ഇലക്ട്രോൺസേ കാണുള്ളൂ. കണ്ടക്ടേഴ്സിൽ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സിനാണെങ്കിൽ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻസുലേറ്ററിനെ ഞാനൊരു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടക്ടേഴ്സ് പോലെ ഈസിലി എന്ത് ചെയ്യത്തില്ല, ഒരു എൻഡ് ഓഫ് ഇലക്ട്രോൺസ് ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോകത്തില്ല. അതാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ പഠിക്കണം. അതുപോലെ ഓക്കെ, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് സച്ച് ദാറ്റ് ദ ഫ്രീ ഇലക്ട്രോൺസ് വിൽ ഡ്രിഫ്റ്റ് ഫ്രം one end to the other end if we connect a source of electricity. ഇനി അതിന് കണ്ടക്ടേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. എല്ലാ മെറ്റൽസും എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. ഓൾ മെറ്റൽസ്, പിന്നെ അതേപോലെ സൊല്യൂഷൻ ഓഫ് ആസിഡ്സ് ഇൻ വാട്ടർ, പിന്നെ ഏതാണ്? സൊല്യൂഷൻസ് ഓഫ് ആസിഡ്സ് ഇൻ വാട്ടർ, അത് എന്തിന് എക്സാമ്പിൾ ആണ്? കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. പിന്നെ അതേമാതിരി എന്താണ്? സൊല്യൂഷൻ ഓഫ് ആൽക്കലീസ് ഇൻ വാട്ടർ, ഏതാണ്? സൊല്യൂഷൻ ഓഫ് ആൽക്കലീസ് ഇൻ വാട്ടർ. പിന്നെ ഏതാണ്? സൊല്യൂഷൻ ഓഫ് സോലുബിൾ സോൾട്സ് ഇൻ വാട്ടർ, സൊല്യൂഷൻ ഓഫ് സോലുബിൾ സോൾട്സ് ഇൻ വാട്ടർ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. സോ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് വിച്ച് ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺ such that the free electrons will drift from one end of the substance to the other end if we connect a source of electricity. Example ഏതാണ്? all metals, solutions of acids in water, solution of alkalis in water, solution of soluble salts in water. Okay. ഓക്കെ, ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ഫ്യൂ ഫ്രീ ഇലക്ട്രോൺസ്. ഇവിടെയാണെങ്കിലോ കണ്ടക്ടേഴ്സിന് വിച്ച് ഹാസ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഇവിടെ എങ്ങനെയാണ്? വിച്ച് ഹാസ് ഫ്യൂ ഫ്രീ ഇലക്ട്രോൺസ് സച്ച് ദാറ്റ് ദ ഫ്രീ ഇലക്ട്രോൺസ് ഡു നോട്ട് ഈസിലി ഡ്രിഫ്റ്റ് ഫ്രം വൺ എൻഡ് ടു അനദർ ഇഫ് വി കണക്ട് എ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? സബ്സ്റ്റൻസ് ലൈക്ക് ആൽക്കഹോൾ, പിന്നെന്താണ്? ഈതർ, പിന്നെന്താണ്? ബെൻസീൻ, ക്ലോറോഫോം, മൈക്ക, പിന്നെന്താ? ഷുഗർ. ഓക്കെ, എബണൈറ്റ്, ഊൾ, ഫർ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ആദ്യം നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചു. എന്തിനാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താണ് ഇലക്ട്രിക് ചാർജ്, എത്ര ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഈ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ചാർജ് വരുന്ന എവിടെ നിന്നാണ്? ഫ്രീ ഇലക്ട്രോൺസ് നിന്നാണ്. അപ്പൊ ആ ഫ്രീ ഇലക്ട്രോൺസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രീ ഇലക്ട്രോൺസ് എവിടെയുള്ള ഇലക്ട്രോൺസ് അതാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം പറഞ്ഞത്. ഓക്കെ, അതിന്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഓക്കെ, അത് കഴിഞ്ഞ് ഈ എങ്ങനെയാണ് ഈ ആറ്റത്തിനകത്ത് ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്, അതാണ് റുദർഫോർഡ്സ് അറ്റോമിക് തിയറി പറയുന്നത്. അപ്പോൾ റുദർഫോർഡ്സ് അറ്റോമിക് തിയറി വഴി നമുക്ക് ഒരു 5 പോയിന്റ്സ് ഉണ്ട്. അതിനകത്ത് ഈ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോണിന്റെ ഒക്കെ മാസ് അതെങ്ങനെയാണ്? ന്യൂട്രോണിനും പ്രോട്ടോണിനും എങ്ങനെയാണ്? മാസ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആറ്റം ഓഫ് ഹൈഡ്രജൻ. വേറാസ് ഇലക്ട്രോണിന്റെ മാസ് എങ്ങനെയാണ്? ഇറ്റ്സ് മാസ് ഇസ് 1/1837 ടൈംസ് മാസ് ഓഫ് 1 ആറ്റം ഓഫ് ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പോയിന്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത നോക്കിയത് ഹൗ ഡു സബ്സ്റ്റൻസ് ഗെറ്റ് ഇലക്ട്രിക്കലി ചാർജ്ഡ് ഓൺ റബ്ബിംഗ്. റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ
എങ്ങനെയാണ് സബ്സ്റ്റൻസിന് ഇലക്ട്രിക് ചാർജ് വരുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞു, രണ്ട് ബോഡി കൺസിഡർ ചെയ്തിട്ട് അപ്പൊ അറിയാം നോർമലി ആ ബോഡി ഇരിക്കുന്ന സമയത്ത് അതിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആയിരിക്കും. കാരണം എന്താണ്, ആറ്റം of a normal element is electrically neutral, so it is believed that number of proton is equal to number of electrons ആണ്. അപ്പൊ ഇത് നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്മൾ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ എയിലുള്ള ഫ്രീ ഇലക്ട്രോൺ ബിയിലോട്ട് പോയി എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രോൺ കുറഞ്ഞു, ഇവിടുത്തെ ഇലക്ട്രോൺ കൂടി. അപ്പൊ ഇതിനകത്തുള്ള പ്രോട്ടോണിനാണ് ഇലക്ട്രോണിനെക്കാളും ഗ്രേറ്റർ. പ്രോട്ടോണിനും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ബോഡി എക്ക് എന്ത് ചാർജ് ഡെവലപ്പ് ചെയ്തു? പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. അതായത് പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ നടന്നു. പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് കൊണ്ടാണ്. ഇനി ബിയിൽ ഇലക്ട്രോൺസ് കൂടി, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് വന്നത്, ഫ്രീ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവിടുത്തെ പ്രോട്ടോണിനെക്കാളും ഇലക്ട്രോൺ കൂടി. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. അപ്പോൾ ബോഡി ബിക്ക് എന്ത് ചാർജ് വന്നു? നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. നെഗറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ ആണ് നടന്നത്. നെഗറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? ബോഡിയുടെ ഇലക്ട്രിഫിക്കേഷന് കാരണമായിട്ടുള്ളത്. എന്നിട്ട് രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഗ്ലാസ് റോഡും സിൽക്കിന്റെയും കേസ്. ഗ്ലാസ് റോഡിൽ എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് വന്നത്, എബണൈറ്റ് റോഡിന് എങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് വന്നത്, അത് രണ്ടും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പറഞ്ഞു. എന്താണ്? ദ സം ടോട്ടൽ ഓഫ് ഇലക്ട്രോൺ ഇൻ എ സിസ്റ്റം ഇസ് എ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ മെറ്റൽ സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന മെയിൻലി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ബേസ്ഡ് ഓൺ കറണ്ട് ഫ്ലോ, അത് മാത്രമല്ല ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഓഫ് ആറ്റം, രണ്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലനേഷനും കൊടുത്തു. ഓക്കെ, സോ ഹോപ്പ് ഇന്നത്തെ ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നു. കണ്ടക്ടേഴ്സ് നോർമലി ഇത് വരുമ്പോഴാണ് പറയുന്നത്, കണ്ടക്ടേഴ്സ് കനോട്ട് ബി ചാർജ്ഡ് ബൈ റബ്ബിങ്. റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ചാർജ് ആവുന്നത് ഈ ഇൻസുലേറ്റേഴ്സേ ഉള്ളൂ. ഓക്കെ, റബ്ബ് ചെയ്ത് കഴിഞ്ഞ് ചാർജ് ആവുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്. കണ്ടക്ടേഴ്സിനെ നമ്മൾ റബ്ബ് ചെയ്തല്ല ചാർജ് ചെയ്യിക്കുന്നത്. കാരണം എന്താണ്? കണ്ടക്ടേഴ്സ് കനോട്ട് ബി ചാർജ്ഡ് ഓൺ റബ്ബിങ്. വൈ? ബിക്കോസ് ചാർജ് ഡെവലപ്ഡ് ഓൺ ദം വിൽ ഫ്ലോ എവേ ആൻഡ് വിൽ നോട്ട് റിമൈൻ വിത്തിൻ ദം. അല്ലേ? അതിനകത്ത് ആ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഓക്കെ, ഒരു പോയിന്റ് ആണ്, കണ്ടക്ടേഴ്സ് കനോട്ട് ബി ചാർജ്ഡ് ബൈ റബ്ബിങ്. വൈ? ബിക്കോസ് ചാർജ് ഡെവലപ്ഡ് ഓൺ ദം വിൽ ഫ്ലോ എവേ ആൻഡ് വിൽ നോട്ട് റിമെയിൻ വിത്ത് ദം. പക്ഷെ ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ ഒൺലി ഇൻസുലേറ്റേഴ്സ് ക്യാൻ ബി ചാർജ്ഡ് ബൈ റബ്ബിങ്. ഓക്കെ, സോ ഹോപ്പ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ യൂണിറ്റ് 2 നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ കാണാം. ഓക്കെ, ബൈ.